അതായത് നമുക്കറിയാം തെങ്ങിൽ നിന്ന് ധാരാളം മെറ്റീരിയൽസ് നമുക്ക് വേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൊതുമ്പ്, അതുപോലെ ഓല, കോഞ്ഞാട, ഇതെല്ലാം നമുക്ക് വേസ്റ്റാണ്. നമുക്ക് തെങ്ങിന് ആവശ്യമുള്ള മൈക്രോ ന്യൂട്രിയൻസ്, അതായത് സൂക്ഷ്മമൂലകങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താനായിട്ട് കഴിയും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ തെങ്ങിൻ്റെ കടയിൽ നിന്ന് ഒരു 2-2.5 മീറ്റർ അകലത്തിൽ ഒരു കുഴി, ഏകദേശം 1/2 മീറ്റർ 3/4 മീറ്റർ വീതിയിലും നീളത്തിലും എടുക്കുക. 1-1.5 അടി താഴ്ചയിലുള്ള കുഴി എടുക്കുക. ഈ കുഴിയിൽ എന്നിട്ട് നമ്മൾ ഈ വേസ്റ്റ് എല്ലാം ഇതേമാതിരി വെട്ടി ചെറുതാക്കി ഇതിലിട്ടിട്ട് വേസ്റ്റ് എല്ലാം ഇതിലേക്ക് കൊണ്ടുവന്നിട്ടിട്ട് മൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേസ്റ്റ് ഡീകമ്പോസ് ചെയ്ത് വരുമ്പോൾ ഇതിൽ നിന്നുള്ള വളം തെങ്ങിന് ലഭിക്കും. അപ്പോൾ ഇത് ഓരോ കൊല്ലവും നമ്മൾ ഓരോ ഭാഗത്തായിട്ട്, ഇപ്പോൾ ഈ വർഷം ഇവിടെയാണ് കുഴിയെടുത്ത് വെച്ചാൽ അടുത്ത വർഷം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഭാഗത്ത് എടുക്കുക. 2-2.5 മീറ്റർ അകലത്തിൽ എടുക്കുന്നതുകൊണ്ട് തെങ്ങിൽ നിന്നുള്ള തെങ്ങിൻ്റെ തടമെടുക്കാനോ അല്ലെങ്കിൽ തെങ്ങിൻ്റെ മറ്റ് പണികൾ ചെയ്യാനോ നമുക്ക് യാതൊരു വിധത്തിലും ഇതൊരു തടസ്സമായിട്ട് മാറുന്നില്ല. അങ്ങനെ 4 വർഷം കൊണ്ട് തെങ്ങിൻ്റെ 4 ഭാഗത്തും നമുക്ക് ഇങ്ങനെ ട്രഞ്ചിട്ട് മൂടാൻ കഴിയും. അപ്പോൾ 4 വർഷം ആകുമ്പോഴേക്കും ആദ്യം ഇട്ടത് ഡീകമ്പോസ് ചെയ്ത് തെങ്ങിന് വളമായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് ഈ കുഴി തെളിയിച്ചെടുത്ത് വീണ്ടും ഇതേ പ്രക്രിയ തുടർന്നും പോകാൻ പറ്റും.